ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്ക് മാത്രമേ സാധിക്കൂ. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നു. തെറ്റുധരിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാനാണ് പ്രയാസം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ കൈവശമുള്ളവനും നിങ്ങളും തുല്യനാണത്രേ. വിശ്വസ്തനായ ഒരു സുഹൃത്തിന് 10,000 ബന്ധുക്കളുടെ വിലയുണ്ടാകും. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. നിങ്ങളെ ഒരാൾ ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക, ജീവിതത്തിൽ അതിലും നല്ല ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനുണ്ട് എന്നത്. ആഗ്രഹത്തിനെതിരെ പോരാടുന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ അതിനു സാധിക്കുന്നത് യുക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ്. നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിച്ചവരായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ അവർ നിങ്ങളെയും അളക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ജീവിതം ചിലപ്പോൾ കരയ്ക്ക് അടിച്ചു കയറിയ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. അളന്നു തരുന്നിടത്ത് സ്നേഹം കൈപ്പറ്റുവാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികളുണ്ടാകില്ല. പങ്കുപറ്റാൻ അവിടെ ഒരുപാട് ആളുകളും ഉണ്ടാവില്ല. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടണമെന്ന് കരുതരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ടാകും. ഓരോ സത്യവും അത് കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ടാകും. അതുപോലെ തന്നെയാണ് ഓരോ പ്രണയവും. അത് സ്വീകരിക്കുവാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട്. സ്വപ്നങ്ങൾ കാണാൻ വിലക്കുകളില്ല എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ജീവിതം നിങ്ങളെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ചിലത് നല്ലതും ചിലത് ചീത്തയും. അതിൽ നല്ലതിനെ മാത്രം ഉൾക്കൊണ്ട് തിന്മയെ മറക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയത്തിന് ഒരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല. ആളുകളോട് ദയയോടുകൂടിയും നീതിയോടുകൂടിയും പെരുമാറുകയും അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവർ എപ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർപ്പിക്കും. നമ്മെ നാമാക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയണമെന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹവും അതുപോലെ തന്നെയാണ്. നിങ്ങൾ വെളിച്ചമായി പ്രവർത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.